ഹലോ സ്റ്റുഡൻസ്, ഇത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നോർമലി ഫിസിയോതെറാപ്പി ഇയർ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഷോർട്ടസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്. നോർമലി ഈ ഓക്സിജൻ ട്രാൻസ്പോർട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ആൾട്ടർനേറ്റീവ്ലി എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. സോ ആ ഒരു പോർഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കീ പോയിൻറ്റ്സ് ആണ് ആ ഒരു ആൻസറിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന് ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം, സെല്ലുലാർ മെറ്റബോളിസത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ സെൽസിൽ ഉണ്ടാകുന്ന ഒരു കണ്ടൻ്റാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് നമ്മുടെ ബോഡി കൺസിഡർ ചെയ്യുന്നത് ഒരു വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ സാധനം എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അതിന് ടിഷ്യൂവിൽ നിന്നും നമ്മൾ ലങ്സിലേക്ക് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. ആൻഡ് ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലഡിലൂടെ ആയിരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതെന്ത് ചെയ്യുന്നത്? എലിമിനേറ്റ് ചെയ്യുന്നത് എക്സ്പിരേഷനിലൂടെ. ഡിഫറെൻറ്റ് ഫോംസിലാണ് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് ഏതൊക്കെ ഫോർമാറ്റിലാണെന്ന് നമുക്ക് നോക്കാം. ബേസിക്കലി നമ്മുടെ CO2 ട്രാൻസ്പോർട്ട് 3 ഫോമിലാണ് നടക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ഫോം ഈസ് ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ. അതായത് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ട് 5 to 10% ഇങ്ങനെയാണ് ട്രാൻസ്പോർട്ട് നടക്കുന്നത്. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന് ഓക്സിജനേക്കാൾ ബ്ലഡിൽ ഡിസോൾവ് ചെയ്യാനുള്ള ടെൻഡൻസി എപ്പോഴും കൂടുതലായിരിക്കും. 20 ടൈംസ് കൂടുതലാണ് എന്താണ് ഓക്സിജനേക്കാളും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡിസോൾവിങ് പവർ എന്ന് പറയുന്നത്. ഈ ഒരു ഡിസോൾവ്ഡ് ആയിട്ടുള്ള CO2 നമ്മുടെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന് ഒരു കോൺട്രിബ്യൂഷനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് ആസ് ബൈകാർബണേറ്റ് അയോൺസ് ആയിട്ടാണ്. ബൈകാർബണേറ്റ് അയോൺസ് ആയിട്ടാണ് മേജർ നമ്മുടെ CO2 ട്രാൻസ്പോർട്ട് നടക്കുന്നത്. 70% CO2 ട്രാൻസ്പോർട്ട് ഈ ഒരു ബൈകാർബണേറ്റ് അയൺ ആയിട്ടാണ് നടക്കുന്നത്. നമ്മളെ RBCൻ്റെ ഇൻസൈഡിൽ ഈ CO2 വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബോണിക്, അതായത് നമ്മുടെ കാർബോണിക് അൺഹൈഡ്രസ് എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഒരു റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൻസറിൽ ആ റിയാക്ഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ദെൻ ഈ ഒരു ബൈകാർബണേറ്റ് അയോൺസ് പ്ലാസ്മയിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടും. RBCയിലേക്ക് എൻ്റർ ചെയ്യുന്ന ക്ലോറൈഡ് അയോൺസ് നമ്മുടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് ക്ലോറൈഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഹംബർഗ് ഫിനോമിനോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടിൻ്റെ മൂന്നാമത്തെ മെത്തേഡാണ് ആസ് കാർബമിനോ കോമ്പൗണ്ട്സ് ആയിട്ട്. അതായത് നമ്മൾ പറയുന്ന മാതിരി കാർബമിനോ ഹീമോഗ്ലോബിൻസ്. 20 to 23% ട്രാൻസ്പോർട്ട് ഈ ഒരു മെത്തേഡിലാണ് നടക്കുന്നത്. ഇവിടെ അമിനോ ഗ്രൂപ്പ്സ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓൾവേസ് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിനാണ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഹീമോഗ്ലോബിനെക്കാളും CO2 ആയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നത്. ആൻഡ് ഈ ഒരു സംഭവം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഹാൾഡൻ എഫക്റ്റാണ്. ഈ ഹാൾഡൻ എഫക്റ്റിനൊരു ഗ്രാഫ് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫ് കൂടെ ഈ ഒരു ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി 2 ഏരിയാസിലാണ് ട്രാൻസ്പോർട്ട് ഓഫ് CO2 നടക്കുന്നത്. ഒന്ന് ടിഷ്യൂസിലും ഒന്ന് ലങ്സിലും. ആൻഡ് അതെങ്ങനെയാണെന്നും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സെല്ലുലാർ മെറ്റബോളിസത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് CO2 എന്ന് പറയുന്നത്. ഈ CO2 ടിഷ്യൂസിലും കാപ്പിലറീസിലേക്കും ഡിഫ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ RBCൻ്റെ ഉള്ളിലേക്കും ഈ സാധനം എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. സം ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ ആൻഡ് സം ഇൻ കൺവേർട്ടഡ് ഇൻ ടു ബൈകാർബണേറ്റ്. ആൻഡ് ബാക്കിയുള്ളത് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു CO2നെ ലങ്സിലേക്ക് ബ്ലഡാണ് ക്യാരി ചെയ്യുന്നത്. ഇത്രയുമാണ് ടിഷ്യൂസിൻ്റെ സൈഡിൽ നടക്കുന്നത്. ആൻഡ് ലങ്സിൽ CO2 ട്രാൻസ്പോർട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ ബൈകാർബണേറ്റ് അയോൺസ് എന്താ റീഎൻ്റർ ടു RBC. അതുപോലെ തന്നെ റിവേഴ്സ് ക്ലോറൈഡ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. കാർബോണിക് അൺഹൈഡ്രസ് ബൈകാർബണേറ്റ് അയോൺസിനെ CO2 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാർബമിനോ ഹീമോഗ്ലോബിൻ CO2നെ റിലീസ് ചെയ്യും. ഇത്രയും പ്രോസസ്സാണ് ആ ഒരു ഏരിയയിൽ നടക്കുന്നത്. ആൻഡ് അവിടെ റിലീസ് ചെയ്യപ്പെടുന്ന ഈ CO2 എല്ലാം കൂടെ എന്ത് ചെയ്യും? നമ്മുടെ ലങ്സിലെ ആൽവിയോളൈൻ്റെ ഉള്ളിലേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടും. ആൻഡ് അത് എക്സ്ഹെയിൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫാക്ടേഴ്സ് ഫെസിലിറ്റേറ്റിംഗ് CO2 ട്രാൻസ്പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് പറയേണ്ടത് കാർബോണിക് അൺഹൈഡ്രസ് എൻസൈമിനെ പറ്റിയിട്ടാണ്. പിന്നെ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ക്ലോറൈഡ് ഷിഫ്റ്റ്, അതേമാതിരി ഹാൾഡൻ എഫക്റ്റ്,
ദെൻ ഹൈ സൊല്യൂബിലിറ്റി ഓഫ് CO2 ഇൻ ബ്ലഡ്. ഇത്രയും കാര്യങ്ങളാണ് ഫെസിലിറ്റേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, ഇതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇത് മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബ്ലഡിൻ്റെ pH റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ CO2 ട്രാൻസ്പോർട്ട് ഇമ്പയർഡ് ആകുമ്പം കോസ് ചെയ്യപ്പെടുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ഹൈപ്പർ കാപ്നിയ, ഹൈപ്പോകാപ്നിയ, റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ഫെയിലിയർ, ഇങ്ങനത്തെ കണ്ടീഷൻസ് അത് റെക്കഗ്നൈസ് ചെയ്യാനും കൂടെ ഈ ഒരു സംഭവം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ CO2 ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാവുന്നതാണ്. ആൻഡ് ഈ ഒരു പിക്ചറും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ആക്കണം ആൻസർ എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലോ ചാർട്ട്സും പിക്ചേഴ്സും ഒക്കെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാവുന്നതാണ്. CO2 ട്രാൻസ്പോർട്ടിനെ പറ്റിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിൻറ്റ്സ് ആണ് നിങ്ങളെ ആൻസറിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടത്. ആൻഡ് ഇത് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കാം.